നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വാഗ്ദാനം ചെയ്തിരുന്ന 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 2 നടപ്പാക്കാൻ ആദ്യ ദിനം തന്നെ തീരുമാനമെടുത്ത UDF മന്ത്രിസഭ. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കും. രണ്ടാമത്തെ തീരുമാനമായി വയോജനങ്ങൾക്കുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. രാജ്യത്ത് ആദ്യമായാണ് വയോജനങ്ങൾക്കായി ഒരു വകുപ്പ് രൂപീകരിക്കുന്നത്. വയോജനക്ഷേമം വിജയകരമായി നടപ്പാക്കിയ ജപ്പാൻ മോഡൽ പഠിച്ച് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കും. പ്രായമായവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികളുണ്ടാകും. സ്വപ്നതുല്യമായ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ആശാവർക്കർമാർക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ആദ്യ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. അവർക്ക് 3000 രൂപയുടെ വർധന പ്രഖ്യാപിച്ചു. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളുടെ കാര്യം വൈകാതെ തീരുമാനിക്കും. കൂടുതൽ വർധന വൈകാതെ ഉണ്ടാകും. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിലും 1000 രൂപ കൂട്ടി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് സാമ്പത്തിക വിദഗ്ധരടക്കം പഠിച്ച് ധവളപത്രം പുറത്തിറക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ KSU പ്രവർത്തകരെ ആലപ്പുഴയിൽ തല്ലിച്ചതച്ച കേസിൽ പുനരന്വേഷണം നടത്താൻ UDFന്റെ ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ കേസിൽ പുനരന്വേഷണം നടത്താൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. അതുപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനായി രൂപീകരിച്ച് അന്വേഷണം നടത്തും. പുതിയ നിയമസഭയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ മെയ് 21 നടക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 22 സ്പീക്കറെ തെരഞ്ഞെടുക്കും. മുതിർന്ന MLA G സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയോഗിച്ചു. പുതിയ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജയ്ജു ബാബുവിനെ നിയമിച്ചു. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി TA അസഫ് അലിയെയും നിയമിച്ചു. ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ നഷ്ടപ്പെട്ട 4ാം ക്ലാസ്സുകാരി വിനോദിനി VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് കാണാനെത്തി. ഏറ്റവും സങ്കടകരമായ സാഹചര്യത്തിൽ തനിക്ക് കൈത്താങ്ങായ പ്രിയ നേതാവ് മുഖ്യമന്ത്രിയാകുന്നത് കുഞ്ഞു വിനോദിനി കൺനിറയെ കണ്ടു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പല്ലശന സ്വദേശിയായ വിനോദിനിക്ക് ആധുനിക കൃത്രിമ കൈവയ്ക്കാൻ സഹായിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു. വിനോദിനിക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയതും സതീശന്റെ ഇടപെടലിലായിരുന്നു. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല്ലാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ലഡു വിതരണത്തിൽ വിനോദിനിയും ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം VD സതീശനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് വിനോദിനി പറഞ്ഞു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് വൻ ജനസാഗരത്തെയും പ്രമുഖരെയും സാക്ഷി നിർത്തി. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. തലസ്ഥാന നഗരിയെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കമായത്. വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചത്. VD സതീശന് പിന്നാലെ മന്ത്രിസഭയിലെ രണ്ടാമനായ PK കുഞ്ഞാലിക്കുട്ടിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കുഞ്ഞാലിക്കുട്ടി ദേവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂന്നാമനായി രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് സണ്ണി ജോസഫ്, K മുരളീധരൻ, മോൻസ് ജോസഫ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. K മുരളീധരൻ ഇംഗ്ലീഷിലും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും CMP നേതാവ് CP ജോണും സഗൗരവത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, N ഷംസുദ്ദീൻ, PC വിഷ്ണുദാസ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, T സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ 6 പേർ ദൈവനാമത്തിലും മറ്റുള്ളവർ സഗൗരവത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കായി ഔദ്യോഗിക ഓഫീസുകൾ ഒരുങ്ങി. സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി വിപുലമായ മാറ്റങ്ങളോടെയാണ് ഓഫീസുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന്റെ 3ാം നിലയിലാണ് മുഖ്യമന്ത്രിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഓഫീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മന്ത്രിസഭയിലെ രണ്ടാമനും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് നോർത്ത് ബ്ലോക്കിന്റെ 2ാം നിലയിലായിരിക്കും. മുൻപ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴുള്ള തന്റെ പഴയ ഓഫീസിലേക്ക് തന്നെയാണ് ചെന്നിത്തല ഇത്തവണയും തിരിച്ചെത്തുന്നത്. ചെന്നിത്തലയെ കൂടാതെ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ എന്നിവർ മുൻപ് മന്ത്രിമാരായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ പഴയ ഓഫീസുകൾ തന്നെ ഇത്തവണയും തെരഞ്ഞെടുത്തു. മന്ത്രിയാകാത്തതിൽ സങ്കടമില്ലെന്ന് ചാണ്ടി ഉമ്മൻ. താൻ മന്ത്രിയാകുമെന്ന് വാർത്ത കൊടുത്തത് മാധ്യമങ്ങളാണെന്നും ചാണ്ടി പ്രതികരിച്ചു. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി പറഞ്ഞു. മന്ത്രിസഭയിലേക്ക് ആരെ എടുക്കേണ്ട എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്. അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. താൻ പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ പ്രവണത മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടെന്നും ചാണ്ടി കൂട്ടിച്ചേർത്തു. മന്ത്രിസ്ഥാനത്തെത്താൻ ഒരു പോരാട്ടവും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഇഷ്ടമുള്ള വകുപ്പ് തെരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞതെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ആദ്യം മന്ത്രിസഭയിൽ ചേരേണ്ട എന്നായിരുന്നു തീരുമാനം. പാർട്ടി നിർബന്ധിച്ചതുകൊണ്ടാണ് മന്ത്രിയാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് സ്വൈരജീവിതം ഒരുക്കും. ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ള ഉത്തരവാദിത്തമാണ് തനിക്കുള്ളത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാകും ഭരണം. എല്ലാവരെയും പരിഗണിക്കാൻ കഴിയാത്തതിലെ പ്രയാസമുണ്ട്. പാർട്ടി തനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്.
28-ാം വയസ്സിൽ മന്ത്രിയായി. പാർട്ടി ഏൽപ്പിച്ച ഏത് ദൗത്യവും നിർവഹിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താൻ കഴിയാത്തതിന്റെ വിഷമം പങ്കുവച്ച് PV അൻവർ. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരത്തെത്തിയെങ്കിലും അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്ന് ഡോക്ടർമാർ തനിക്ക് ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയിലാണ്. നിലവിൽ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വിശ്രമത്തിലാണ്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ VD സതീശന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ട് പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ മലയാളത്തിൽ എഴുതിയ ആശംസകൾ നേർന്നത്. സർക്കാരിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ ജിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിനായി പ്രവർത്തിക്കണം. പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു. UDF മന്ത്രിസഭയിൽ പ്രായത്തിൽ മുമ്പൻ മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി. 74-കാരനായ PK കുഞ്ഞാലിക്കുട്ടി ഭരണപരിചയത്തിലും ഏറെ മുന്നിലാണ്. 35 വർഷം മുൻപ് 1991-ലെ K കരുണാകരൻ മന്ത്രിസഭയിലാണ് ആദ്യമായി അംഗമാകുന്നത്. AK ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലും അംഗമായി. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയ സണ്ണി ജോസഫാണ് പ്രായത്തിൽ രണ്ടാമൻ, 73 വയസ്സ്. മന്ത്രിമാരിൽ ബേബി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ്. 37-കാരനായ ജനീഷ് ആദ്യ മത്സരത്തിൽ വിജയിച്ചതോടെയാണ് മന്ത്രിസഭയിലും എത്തിയത്. യുവത്വത്തിന് പ്രാധാന്യമുള്ള മന്ത്രിസഭയിൽ 50 വയസ്സിൽ താഴെയുള്ള 6 പേരുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.